ഗുരുവായൂരും മമ്മിയൂരും തിരുനാവായും അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ ടിപ്പു സുൽത്താന്റെ കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. മുഴുവനായും അദ്ദേഹം ഒരു ഹൈന്ദവ വിരുദ്ധനാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്രയധികം ദ്രോഹം ചെയ്ത് അത്രയധികം ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രങ്ങൾ പൊളിച്ചു എന്നുള്ളതാണ് ദ്രോഹം എന്ന് ഉദ്ദേശിക്കുന്നത്. 30,000-ഓളം ഹൈന്ദവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത്, അതിലേറെ ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കിയത്. ടിപ്പു സുൽത്താൻ ഒരു വില്ലനായിരുന്നില്ല, ഹീറോ ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അദ്ദേഹം BJP-യുടെ സ്ഥാപക അംഗമാണ്. എന്തുവായിക്കോട്ടെ, പലരും എഴുതിയ ബുക്കുണ്ട്. ടിപ്പു സുൽത്താൻ മഹാനാണെന്ന് സമർത്ഥിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. ഇപ്പോ മലബാർ മാനുവലിൽ അദ്ദേഹം തകർത്ത ക്ഷേത്രങ്ങളുടെ കണക്കുണ്ട്. അതാരെങ്കിലും നോക്കിയോ? ഭരണപരമായ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ഈ ടിപ്പു സുൽത്താൻ. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊന്നും ഈ ക്രൂരതയ്ക്ക് മുമ്പിലൊന്നുമല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിൽ ആർക്കാണ് ഇത് വിവാദമാക്കിയ അദ്ദേഹം? അതെ, ഈ ടിപ്പു സുൽത്താൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിരുന്നു. കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണകൾക്കപ്പുറം BJP ഭരിച്ചില്ലെങ്കിലും അവിടെ വികസനം വരും. BJP ഭരിച്ചില്ലെങ്കിലും വികസനം വരും. പക്ഷെ BJP ഭരിച്ചാൽ അതിലധികം വികസനം വരും. അതേസമയം അദ്ദേഹത്തിന്റെ ഇരുമ്പ് പടച്ചട്ടയിൽ അല്ലെങ്കിൽ ഇരുമ്പ് ഉടവാളിൽ എഴുതി വെച്ചിരുന്ന ഹിന്ദു വിരുദ്ധതയാണെന്ന് സമ്മതിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു മനുഷ്യനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് വെച്ചാൽ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ടിപ്പു സുൽത്താൻ മൊത്തത്തിൽ ഹൈന്ദവ വിരുദ്ധനായിരുന്നെന്നാണ് പറയുന്നത്. അതെ, ഹൈന്ദവ വിരുദ്ധനായിരുന്നു. കാരണം തൻ്റെ 2 കരവാളുകളിൽ ഒന്നിൽ പേർഷ്യനിൽ തൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവരെ കൊന്നൊടുക്കണമെന്ന് ആലേഖനം ചെയ്ത വാളുമായി നടന്നൊരു ഭരണാധികാരി ഹൈന്ദവ വിരുദ്ധൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും ടിപ്പു സുൽത്താൻ പോയിട്ടുണ്ട്, അവിടുത്തെ ജ്യോതിഷിമാരെ കണ്ടിട്ടുണ്ട്, അവരുടെ അടുത്തുനിന്ന് ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹൈന്ദവ വിരുദ്ധനാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അതായത് ആ കേരളത്തിൽ നാട്ടുരാജാക്കന്മാരിൽ അത്രയധികം ശക്തിയുള്ള ആളുകളുടെ ഭരണത്തിലെത്തിയ ആ പ്രദേശങ്ങളിൽ, ഹൈന്ദവർ ഒരു സിംഹഭാഗമുള്ള ഒരു പ്രദേശങ്ങളിൽ, അവിടങ്ങളിൽ അദ്ദേഹത്തിന് ശക്തി കൊണ്ട് പിടിച്ചിരിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടായിരിക്കാം. ആ സമയത്ത് നയത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ട സാഹചര്യമായിരിക്കാം. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ തകർത്തതുപോലെ അവിടുത്തെ ക്ഷേത്രങ്ങൾ ഒക്കെ തകർക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പടയോട്ടക്കാലം ശ്രദ്ധിച്ചാൽ അക്കാലത്ത് ഗുരുവായൂരും മമ്മിയൂരും തിരുനാവായും അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ ടിപ്പു സുൽത്താന്റെ കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ചരിത്ര രേഖകളാണ്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർത്തതാര? ടിപ്പു സുൽത്താന. അങ്ങനെ പല തിരുവങ്ങാട് ക്ഷേത്രം തലശ്ശേരിയിലെ, അങ്ങനെ പല ക്ഷേത്രങ്ങൾ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നശിക്കുകയുണ്ടായി. മുഴുവനായും അദ്ദേഹം ഒരു ഹൈന്ദവ വിരുദ്ധനാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്രയധികം ദ്രോഹം ചെയ്ത് അത്രയധികം ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രങ്ങൾ പൊളിച്ചു എന്നുള്ളതാണ് ദ്രോഹം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രങ്ങൾ പൊളിച്ച് സമ്പത്ത് കൈക്കലാക്കി അതുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം നടത്തിയ ഒരാളാണ് ടിപ്പു സുൽത്താനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെ സമ്പത്ത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടാണ് 30,000-ഓളം ഹൈന്ദവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത്, അതിലേറെ ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കിയത്? മതം മാറ്റം ഭയന്ന് 30,000-ഓളം ബ്രാഹ്മണർ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തുവെന്ന് ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം ക്രൂരത ഹൈന്ദവരോട് ചെയ്ത ഒരാളാണ് ടിപ്പു സുൽത്താൻ. അതിനെ മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളല്ല, അദ്ദേഹം നല്ലത് ചെയ്ത ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയധികം ദ്രോഹം അല്ലെങ്കിൽ വംശഹത്യ അദ്ദേഹം ഹൈന്ദവരോട് ചെയ്തിട്ടുണ്ട്. അത് ചരിത്രം തന്നെയാണ്. അപ്പം ടിപ്പു സുൽത്താൻ ഒരു വില്ലനാണ് എന്നതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, KR മൽക്കാനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ടിപ്പു സുൽത്താൻ ഒരു വില്ലനായിരുന്നില്ല, ഹീറോ ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു വില്ലനായിരുന്നില്ല. ഇത് BJP പറയുന്നതാണോ? BJP പറയുന്നതല്ല. ഇത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതന്ത്രമായിട്ടൊരു പുസ്തകം എഴുതാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. അദ്ദേഹം ഏത് പാർട്ടിയാണെന്നോ, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആത്മകഥ എഴുതിയ പല കാലത്ത് പ്രീണിപ്പിച്ച് തീർത്തിയ ആളുകളെയൊക്കെ പിൽക്കാലത്ത് കുത്തിനോവിച്ചുകൊണ്ട് പലരുടെയും ആത്മകഥകൾ പുറത്തു വരും. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾക്ക് വ്യക്തിപരമായി എഴുതിയ ഒരു പുസ്തകത്തിൽ അയാളുടെ അഭിപ്രായം അതിൽ എഴുതി വെച്ചു എന്ന് കരുതി എല്ലാവരുടെയും അഭിപ്രായം BJP എന്ന പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമായിട്ട് അതിനെ വ്യാഖ്യാനിക്കില്ല. അത് പറയുന്നില്ല. അദ്ദേഹം BJP-യുടെ സ്ഥാപക അംഗമാണ്. എന്തുവായിക്കോട്ടെ, ആയിരിക്കാം. അദ്ദേഹം ഒരു പത്രപ്രവർത്തനമാണ്. ചരിത്രവുമായി മുൻനിർത്തിയാണ് അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുള്ളത്. വെറുതെ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഇത്രയും മുഗൾ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയെ പറ്റി വെറുതെ ഒരാളുടെ അഭിപ്രായം ഒരു പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പലരും എഴുതിയ ബുക്കുണ്ട്. ടിപ്പു സുൽത്താൻ മഹാനാണെന്ന് സമർത്ഥിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. ഇപ്പോ മലബാർ മാനുവലിൽ അദ്ദേഹം തകർത്ത ക്ഷേത്രങ്ങളുടെ കണക്കുണ്ട്. അതാരെങ്കിലും നോക്കിയോ? അപ്പോൾ അത്തരത്തിൽ ടിപ്പു സുൽത്താനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്, അദ്ദേഹത്തെ എതിർക്കുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോ
അതിൽ എന്താണ് സത്യം എന്ന് പറയുന്ന ചരിത്രത്തിനൊപ്പം നോക്കുമ്പോൾ ടിപ്പു സുൽത്താൻ ക്രൂരനായ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ചെയ്തു വെച്ച വംശഹത്യമൊക്കെ അവിടെ നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പൊ ക്രൂരത മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കാര്യം, ഇത്രയധികം ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ഒരാൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം അതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സമരം മാത്രമല്ല, ഭരണപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ഈ ടിപ്പു സുൽത്താൻ. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊന്നും ഈ ക്രൂരതയ്ക്ക് മുൻപിലൊന്നുമല്ല. കാരണം 1786 പാലക്കാട് നാട്ടുരാജ്യം സാമൂതിരി, കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുടെ ആക്രമണത്തെ ഭയന്നാണ് മൈസൂർ രാജാവായ ഹൈദറിന്റെ സഹായം തേടുന്നത്. അങ്ങനെയാണ് ഹൈദറും അദ്ദേഹത്തിന്റെ പുത്രനായ ടിപ്പു സുൽത്താനും കേരളത്തിലേക്ക് ആദ്യമായി എത്തുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടെ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും നാടുവാഴികളും എല്ലാം പരസ്പരം കലഹത്തിലെത്തി നിൽക്കുന്നു. അവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പ്രധാന ശത്രു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാട്ടം നയിക്കാൻ എന്ന വ്യാജേന ടിപ്പു സുൽത്താൻ ആദ്യം ലക്ഷ്യമിട്ടത് ആ വലിയൊരു ഭൂപ്രദേശം, അത്രയധികം സമ്പത്തുള്ള, അത്ര കേരളം പോലെ അല്ലെങ്കിൽ മലബാറും തിരുവിതാംകൂറും കൊച്ചിയും അടക്കുന്ന വലിയൊരു ഭൂപ്രദേശത്തിന്റെ അധിപനായി സുൽത്താനായി വാഴാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിന്റെ ഒപ്പം അദ്ദേഹം കൂട്ടുപിടിച്ച ഫ്രഞ്ച് സൈന്യത്തിനെ കൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടി അവരെ തുരത്തി തനിക്കൊറ്റയ്ക്ക് രാജാവായി വാഴാം, സുൽത്താനായി വാഴാം എന്ന വ്യാമോഹമാണ് ടിപ്പു സുൽത്താനെ കേരളത്തിലേക്ക് എത്തിച്ചത്. അതിനെന്തെങ്കിലും എതിർക്കാനുണ്ടോ? നിലവിൽ ടിപ്പു സുൽത്താന്റെ വിഷയവും ഈ ചരിത്രവും ഒക്കെ എടുത്തുകൊണ്ട് മുന്നിൽ വന്ന് ഒരു വിവാദമാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നതാണ് നിലവിലെ ചർച്ച. ഇപ്പോൾ ഇതൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തിൽ തന്നെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഒരു അപര്യാപ്തതയുണ്ട്. കാര്യം ഈ മതപരമായിട്ടുള്ള പേരുമാറ്റലാണെങ്കിലും കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണകൾക്കപ്പുറം മാധ്യമങ്ങൾ മാത്രമല്ല, ഭാരതത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും അവർ ഹൈന്ദവരോട് വളരെയധികം അനുകമ്പാപൂർവ്വം അവർ മതസൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് അയോധ്യയുടെ പേരിൽ, അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ വാർത്തകളൊന്നും അത് എവിടെയാണ് വരുന്നത്? കേരളത്തിൽ മാത്രമാണ് വരുന്നത്. മറ്റൊരു സ്ഥലത്തും ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, അവിടെ ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു രാജ്യത്ത് ഒരിടത്തും ന്യൂനപക്ഷം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഭാരതത്തിൽ എല്ലായിടത്തും ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യനും എല്ലാം വളരെ സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത്. മതസൗഹാർദ്ദത്തോടെ അല്ല ജീവിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മതസൗഹാർദ്ദത്തിന് വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായപ്പോൾ അയോധ്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പരമപവിത്രമായ ഒരു ഭൂമിയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളൊരു പ്രദേശം, ആ ഒരു പ്രദേശത്തെ ഒരു മസ്ജിദ് പൊളിച്ച് അവിടെ ഒരു രാമക്ഷേത്രം ഉയർന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനെ അംഗീകരിക്കാൻ അവിടുത്തെ വലിയൊരു വിഭാഗം ന്യൂനപക്ഷങ്ങളും ചെയ്തത്. അത്തരത്തിൽ അവർക്കറിയാം സത്യം എന്താണ്, അവിടെ എന്താണ് നിലനിന്നിരുന്നത്. അവരുടെ ഹൈന്ദവരുടെ ആത്മാഭിമാനത്തിലുള്ള അവരുടെ ചരിത്ര സ്മാരകമായ ഒരു ക്ഷേത്രം തകർത്ത് അതിൻ്റെ മുകളിൽ ഉയർന്നു വന്ന തങ്ങളുടെ മതത്തിന്റെ ഒരു നിർമ്മിതി അവിടെ വേണ്ട, പകരം മറ്റൊരു സ്ഥലത്ത് ഉയരട്ടെ എന്ന് അവർ ചിന്തിച്ചു. അതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് മുൻപ് ഭാരതത്തിൽ പലയിടങ്ങളിലും കലാപങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. കേരളത്തിൽ എന്തുകൊണ്ട് എതിർക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് എതിർക്കുന്നത്? മറ്റുള്ള സംസ്ഥാനങ്ങൾ, അതായത് തമിഴ്നാടും കേരളവും ഒഴിച്ചു നിർത്തിയാൽ, തമിഴ്നാടും കേരളവും മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് BJP തന്നെയാണ്. BJPയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി അവിടെ കാണും. പക്ഷെ അത് നടക്കാത്ത ഏക 2 സംസ്ഥാനമാണ്, ഒന്ന് തമിഴ്നാടും കേരളവും. അതുകൊണ്ടാണ് ഈ 2 സംസ്ഥാനങ്ങളും BJP ഭരണത്തിനെതിരെ ഇപ്പോഴും എതിർത്ത് തന്നെ നിൽക്കുന്നത്. കേരളം അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ ഇവിടെ നശിക്കാനുള്ളത്? കേരളത്തിലെ യുവാക്കൾക്ക് ജോലി ഇല്ലാതായി, യുവതലമുറ ഇന്ത്യയിൽ മൊത്തത്തിൽ ജോലിയുണ്ട്. നിങ്ങൾ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒക്കെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിന് വിധേയമായ ഒരു പ്രദേശമാണ് ഗുജറാത്ത്. ഗുജറാത്ത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കേരളത്തിലെ ഏറ്റവും അധികം, ഇന്ത്യയിലെ ഏറ്റവും അധികം ഗുജറാത്ത് മാത്രമല്ല, എത്ര പ്രദേശങ്ങൾ, ഹരിയാനയിലെ ഗുർഗാവിൽ എത്രയധികം വ്യവസായശാലകൾ വന്നു. കാർ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രം തമിഴ്നാട്ടിൽ. എന്താ ഇല്ലാത്ത? തമിഴ്നാട്ടിൽ കേരളത്തിലുള്ളതിന്റെ ഇരട്ടിയുടെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയിലധികം വ്യവസായശാലകൾ തമിഴ്നാട്ടിലുണ്ട്. എന്താ കാരണം? അവിടെ കാലാകാലങ്ങളായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിന് പേരോട്ടമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ കക്ഷികൾ മാറി മാറി ഭരിക്കുന്നത്. BJP ഭരിച്ചില്ലെങ്കിലും അവിടെ വികസനം വരും. BJP ഭരിച്ചില്ലെങ്കിലും വികസനം വരും. പക്ഷേ BJP ഭരിച്ചാൽ അതിലധികം വികസനം വരും.
അതേസമയം അദ്ദേഹത്തിന്റെ ഇരുമ്പ് പടച്ചട്ടയിൽ അല്ലെങ്കിൽ ഇരുമ്പ് ഉടവാളിൽ എഴുതി വെച്ചിരുന്നത് ഹിന്ദു വിരുദ്ധതയാണെന്ന് സമ്മതിക്കുന്നു. ഹിന്ദു വിരുദ്ധതയുടെ പുറകിൽ നിങ്ങൾ എന്തിനാ പോകുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു മനുഷ്യനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് വെച്ചാൽ അദ്ദേഹം ക്രൂരതകളൊക്കെ മറന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഞാൻ മൈസൂർ റോക്കറ്റുകൾ വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. അത് ഈ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ വേണ്ടി ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യമുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിലും വലിയ ആയുധങ്ങൾ, അതിനേക്കാൾ ഏറെ പ്രകടശേഷിയുള്ള ആയുധങ്ങൾ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മഹത്തരമായ കാര്യമാണ്. എത്ര കാലം മുന്നിട്ടുള്ള ചരിത്രമാണ് ഇപ്പൊ പറയുന്നത്? ഇതിപ്പോ നിലവിലുള്ള ഉത്തര കൊറിയയുടെ ചരിത്രമല്ലേ താങ്കൾ പറയുന്നത്? ഈ ടിപ്പു സുൽത്താൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിരുന്നോ? അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാരും ഇല്ലേ? എല്ലാവർക്കും വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ പോരാടിയത്? 1782 ഹൈദറിന്റെ മരണശേഷം അറബിക്കടലും പശ്ചിമഘട്ടവും കൃഷ്ണാനദിയും അതിലിടുന്ന ഒരു വലിയ ഭൂപ്രദേശത്തിന്റെ അധിപനായി സുൽത്താനായി വാഴുകയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിപുലമാക്കണം, വിസ്തൃതമാക്കണം എന്നൊരു ചിന്തയിൽ നിന്ന് അദ്ദേഹം പടയോട്ടം നടത്തി. അക്കാലത്ത് പാലക്കാട് നാടുവാഴികൾ സാമൂതിരിയുടെ പടയോട്ടത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് മൈസൂർ രാജ്യവുമായി അഭ്യർത്ഥിച്ചതിൻ്റെ ഫലത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് എത്തി. അവിടെ വലിയ രീതിയിലുള്ള, എന്നാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശത്രു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാട്ടം നടത്താനാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ വംശഹത്യ ചെയ്ത് ഇത്രയധികം പേരെ മതപരിവർത്തനത്തിന് വിധേയരാക്കിയത്? ഈ ഹൈന്ദവ ക്ഷേത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ശത്രു എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ അമ്പലങ്ങളിൽ കയറി ജ്യോതിഷിമാരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നത്? ഒരു ശ്രീരംഗനാഥ ക്ഷേത്രം സംരക്ഷിച്ചു നിർത്തി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ. 1 2 അല്ലെങ്കിൽ കുറച്ച് ക്ഷേത്രങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ടായിരിക്കട്ടെ. അദ്ദേഹം ഒരു ക്ഷേത്രം തകർത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കണം. ജനപ്രതിനിധി പേര് മാറ്റൂ എന്നുള്ളതാണ് പറയണത്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന പേര് മാറ്റും. ഈ പേര് മാറ്റണം എന്ന് പറഞ്ഞത് കെ സുരേന്ദ്രൻ എന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ മാത്രം അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ വിവാദമാക്കിയതാരാ? വിവാദമായതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ അത്രയധികം ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ പേര് മാറ്റണ്ട എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാഗ്വാദങ്ങളൊക്കെ. കെ സുരേന്ദ്രന്റെ മാത്രം ആയിക്കോട്ടെ, BJP മൊത്തത്തിൽ ഇപ്പൊ അങ്ങനെയാണ്. ഒരു പേരുമാറ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. സ്റ്റേഡിയം ആവട്ടെ, ഇതാവട്ടെ, എല്ലാത്തിനും അവരിങ്ങനെ ഒരു ഹിന്ദു ടച്ചുള്ള പേര് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലുടനീളം അങ്ങനെ മാറ്റം വരുമ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പോലും തയ്യാറാകുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ മാത്രം എതിർക്കപ്പെടേണ്ടത് എന്താണ്? എന്തിനു മാറ്റണം? ഉള്ള പേരിൽ നിന്ന് എന്തിനു മറ്റൊരു പേരിലേക്ക് അത് മാറ്റണം? അതിന് പഴയ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രദേശത്തിന് അങ്ങനെ ഒരു പേര് തിരികെ കൊണ്ടുവന്നാൽ എന്താണ് കുഴപ്പം? അന്ന് അയോധ്യയുടെ കാര്യം, അയോധ്യയുടെ നേരത്തെ പേരെന്തായിരുന്നു? എന്തിനത് അയോധ്യ എന്ന് മാറ്റി? അവരിപ്പോ ശ്രീരാമ ജന്മഭൂമിക്ക് പിന്നെ എന്ത് പേരാണ്? ഫൈസാബാദ് എന്ന് തന്നെ തുടരണോ? അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ. അമ്പലത്തിന് മുകളിൽ പണിത് വെച്ച പള്ളി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്താ ആ പേര്, പഴയ പേര് തുടർന്നു കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അതെന്താണ്? അയോധ്യയിൽ രാമന്റെ ജന്മസ്ഥലമായ ഒരു പ്രദേശത്ത് പഴയ പേരിരുന്നാൽ എന്താണ് പ്രശ്നം? രാമൻ പഴയ പേരാണ്. പറഞ്ഞോ? രാമൻ നിങ്ങളോട് പറഞ്ഞോ പഴയ പേര് വേണ്ട, എനിക്ക് അയോധ്യ എന്നുള്ള പഴയ പേരാണ് അയോധ്യ എന്നത്. അയോധ്യയിൽ അങ്ങനെ ഒരു ക്ഷേത്രം പണിയാമെങ്കിൽ അതിന്റെ പഴയ പേരിലേക്ക് കൊണ്ടുവരാനും അത് കൊണ്ടുവന്നവർക്കറിയാം. അപ്പൊ അതാണ് അജണ്ട. ഞങ്ങളൊരു ക്ഷേത്രം പണിതിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കുന്ന പേര് തന്നെ ഇടും. അതിന് പകരം പൂർണ്ണമായിട്ട് ഒരു മുസ്ലിം പള്ളി തകർത്തില്ലാതാക്കിക്കൊണ്ടല്ല അവിടെ ക്ഷേത്രം പണിഞ്ഞത്. അതിന് പകരമായിട്ട് 5 ഏക്കർ സ്ഥലമോളം മുസ്ലിം ആരാധനാലയത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതെന്താ പറയാത്തെ? അതിന്റെ നേതൃത്വം ആരാ വഹിക്കുന്നേ? ട്രസ്റ്റ്. ആ ട്രസ്റ്റ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞങ്ങള് ഭരിക്കുന്നിടത്ത് ഞങ്ങള് വിചാരിക്കുന്ന പേര് മാത്രമേ വരാവൂ എന്ന് പറയുന്ന എന്ത് ന്യായമാണ്? സ്ഥാനാർത്ഥിയായിട്ട് നിലനിൽക്കുന്ന ഒരാള് ആദ്യം പറയേണ്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഞാൻ പേര് മാറ്റും എന്നുള്ളതാണോ? സാധാരണ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത് ഞാൻ ഇന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുവരും എന്നുള്ളതാണ് പറയേണ്ടത്. വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യം BJP എന്ന പ്രസ്ഥാനത്തിനില്ല. പിന്നെ എന്തിനാണ് പേര് മാറ്റും എന്നുള്ള ഒരു വാഗ്ദാനം ആദ്യമേ കൊടുക്കുന്നത്? പേര് മാറ്റുന്നത് അത്രയും കാലം തമസ്കരിക്കപ്പെട്ട ഒരു സത്യത്തെ ഇരുൾ മറന്നേക്ക് പുറത്തു കൊണ്ടുവരുന്ന പോലെയാണ്. പഴയ പേരിലേക്ക് ഭരണത്തിൽ വന്നതിന് ശേഷം കൊടുത്താൽ മതിയല്ലോ. BJP ആവശ്യമില്ലെന്ന് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ടിപ്പു സുൽത്താൻ ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയുന്നു. ടിപ്പു സുൽത്താൻ എന്ന സാമ്രാജ്യത്വ ശക്തിയെ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവർക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ട ഒരു ക്രൂരനായ ഭരണാധികാരിയെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പോരാട്ട വേദിയിൽ അദ്ദേഹത്തിന്റെ ആനപ്പുറത്ത് നിന്ന് കുതുകാലിന് വെട്ടി പരിക്കേൽപ്പിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആരാന്നറിയാവോ? പത്മനാഭപിള്ള എന്ന വൈക്കംകാരനാണ്. അദ്ദേഹം ഈ ടിപ്പു സുൽത്താന്റെ വലിയൊരു സൈന്യത്തെ പ്രതിരോധിക്കുകയും ടിപ്പുവിന്റെ സൈന്യത്തിന് വലിയ ആൾനാശം ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ഒറ്റൊരാളുടെ കരുത്തിലാണ് ടിപ്പു സുൽത്താൻ
മധ്യ കേരളത്തിൽ വെച്ച് തന്നെ തന്റെ പോരാട്ടം മതിയാക്കി. അതായത് പത്മനാഭന്റെ കൊടിമരത്തിൽ കുതിരയെ കെട്ടുമെന്ന് പറഞ്ഞ് തിരുവിതാംകൂറിലേക്ക് കടക്കാനുള്ള ടിപ്പുവിന്റെ പടയോട്ടത്തെ നിർവീര്യമാക്കിയ ഒരു പോരാളി കേരളത്തിന് ഉണ്ടായിരുന്നു, കേരള ചരിത്രത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ആരും ഓർമ്മിക്കുന്നില്ല, ആ ചരിത്രത്തെ മനഃപൂർവ്വം തന്നെ വിസ്മരിക്കുന്നു. അദ്ദേഹത്തെ പിന്നീട് 1809 ബ്രിട്ടീഷ് സൈന്യം പിടികൂടി തൂക്കിലേറ്റുകയായിരുന്നു. വൈക്കംകാരനാണ് പത്മനാഭപിള്ള. ആ ഒരു ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പേര് മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്ന, ടിപ്പുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം മാത്രം അറിയപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നതിനെയാണ് എതിർക്കുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇല്ലേ? ടിപ്പു സുൽത്താന്റെ ചരിത്രത്തിൽ പറയുന്നത് തകർത്തിട്ടുള്ളത്. ക്ഷേത്രങ്ങൾ തകർത്തു എന്നുള്ളതിനെ മാത്രം മുൻനിർത്തി അതിനെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ചരിത്രം മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു നാട്ടുരാജാവാണ്. ക്ഷേത്രങ്ങൾ തകർത്തു എന്നല്ല, എല്ലാ ഇതര മതസ്ഥരായ എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ടിപ്പു സുൽത്താൻ തകർത്തിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. സിറിയൻ കത്തോലിക്കരുടെ ആരാധനാ കേന്ദ്രങ്ങൾ, അവരുടെ പള്ളികൾ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം മമ്മിയൂരും ഗുരുവായൂരും രാജരാജേശ്വരി ക്ഷേത്രവും തിരുവാരൂരും അങ്ങനെ പല ക്ഷേത്രങ്ങൾ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നശിച്ചിട്ടുണ്ട്. പാലക്കാട് ഹേമാംബിക ടെമ്പിൾ, അങ്ങനെ പല ആരാധനാ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടാണ് ടിപ്പുവിന്റെ പടയോട്ടം മധ്യ കേരളത്തിലെത്തി ആലോ മണപ്പുറത്ത് അവസാനിച്ച് ഒടുക്കം അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ കേരളത്തിലെ പത്മനാഭപിള്ള എന്ന പോരാളിയുടെ ഫലമായി അദ്ദേഹത്തിന്റെ വലിയൊരു ആൾനാശം വരുത്തി 3000-ഓളം ടിപ്പുവിന്റെ പടയാളികളെ കൊന്നൊടുക്കാൻ ആ ഒരു ചെറിയ സൈന്യത്തിന് സാധിക്കുകയും അദ്ദേഹം പിന്നീട് തിരികെ തന്നെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ പലതരത്തിലും അവസരവാദിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കാരണം പഴശ്ശിരാജയുമായിട്ട് വലിയൊരു വിരോധത്തിൽ നിലനിൽക്കെ തന്നെ പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് വെടിക്കോപ്പുകളും അല്ലെങ്കിൽ പോരാട്ടത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുത്ത ഒരു പാരമ്പര്യം കൂടി ടിപ്പു സുൽത്താനുണ്ട്. അതിൽ തന്നെ അറിയാം അദ്ദേഹം എന്തിനു വേണ്ടി ശ്രമിച്ചു. പഴശ്ശിരാജയ്ക്ക് ആയുധം കൊടുത്തു വിട്ട, പഴശ്ശിരാജയ്ക്ക് ആയുധം കൊടുത്തത് ടിപ്പു സുൽത്താൻ ആണെന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. പഴശ്ശിരാജയ്ക്ക് ആയുധം കൊടുത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പടയൊരുക്കാൻ നയിക്കാൻ പഴശ്ശിരാജയെ പറഞ്ഞയച്ച പഴശ്ശിരാജയുടെ ശത്രുവായ ടിപ്പു സുൽത്താൻ ലക്ഷ്യമിട്ടത് ആ ഒരു വലിയ സാമ്രാജ്യത്തെ തന്നെയാണ്. പഴശ്ശിരാജയുടെ സാമ്രാജ്യത്തെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ടിപ്പു സുൽത്താൻ ലക്ഷ്യമിട്ടതെന്നാണ് താങ്കൾ പറയുന്നത്. തട്ടിയെടുത്തല്ലോ. അതെ, ടിപ്പു സുൽത്താൻ പഴശ്ശിരാജയ്ക്ക് യുദ്ധപീഠങ്ങൾ കൈമാറി എന്നൊരു ചരിത്രം പറയുന്നുണ്ട്. ആ കൈമാറിയത് എന്തിനാണ്? ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയിട്ടാണ് ടിപ്പു സുൽത്താൻ അങ്ങനെ ഒരു പടനീക്കം നടത്തിയത്. അപ്പോ മൈസൂർ സുൽത്താന് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ ശത്രുവായിരുന്നു. അപ്പോൾ പഴശ്ശിരാജയെ കൂട്ടുപിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നൊരു വലിയൊരു തന്ത്രമായിരുന്നു ടിപ്പു സുൽത്താൻ അവിടെ ചെയ്തത്. അതിന് പിന്നിൽ അദ്ദേഹം ഒരു സുൽത്താനാണ്. അദ്ദേഹം നാട്ടുരാജ്യങ്ങൾ, അതിപ്പം ടിപ്പു സുൽത്താൻ മാത്രമല്ല, അശോക ചക്രവർത്തി നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുക എന്നതിലുപരി ബ്രിട്ടീഷുകാരെ തകർക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു അദ്ദേഹം അന്നേരം മുന്നേറുന്നത്. മറാത്ത സൈന്യം അദ്ദേഹത്തിന്റെ ഒരു മൈസൂർ ടെറിട്ടറി അത് പിടിച്ചെടുത്ത് മുന്നോട്ട് വരുമ്പോൾ കേരളമടക്കമുള്ള നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പൊ ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കെ ഇങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞു തന്നെ ഒരു തെറ്റായ ഒരു വിവാദം ഉണ്ടാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേര് ഇപ്പൊ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയുടെ പേര് എടുത്ത് പറഞ്ഞു, ആ പേര് മാറ്റണം എന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പേര് വീണ്ടും മുൻപത്തിലോട്ട് വന്നോണ്ടിരിക്കുക. കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോ ബി.ജെ.പിയുടെ ഒരു അജണ്ട, അതുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു അജണ്ട മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു കളി നടത്തുന്നത്. ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നാളെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ജയിക്കില്ല, ഉറപ്പല്ലേ? ഈ ഒരു പ്രസ്താവന ഇന്നോ നാളെ നടപ്പാക്കുന്നല്ല, ബി.ജെ.പി കേരളം ഭരിക്കുന്ന വേളയിൽ നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അതായിക്കോട്ടെ, വാഗ്ദാനങ്ങളൊക്കെ നല്ലതാ. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷിയായി മാറാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളം ഭരിച്ചുകൂടാ? അപ്പൊ കെ സുരേന്ദ്രന്റെ ഈ ഒരു ബി.ജെ.പിയുടെ ഒരു അജണ്ട തന്നെയാണ് ഇതുപോലെ പേര് മാറ്റുക. അതിന് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പേര് മാറ്റുക. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിന് മുമ്പാണ് പല പ്രദേശങ്ങളുടെയും പേര് മാറ്റിയത്. പ്രയാഗ്രാജ് എന്ന പേര് ഉത്തർപ്രദേശിൽ ഉണ്ടായി, ഒരു പ്രദേശത്തിലുണ്ടായത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണോ? അല്ല, അവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന സമയം എപ്പോഴാണോ അപ്പോഴാണ് അവിടെ ആ പേരുമാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ അതിന്റെ പഴയൊരു പേരിലേക്ക്, തനിമയിലേക്ക് തിരികെ പോകുന്നതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത്രമാത്രം. എന്തായാലും കെ സുരേന്ദ്രന്റെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.